കേശവ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. കേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. പുതിയ നോട്ടുകളിൽ ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ അവതരിപ്പിച്ച രാജ്യം? ജപ്പാൻ. ജപ്പാനാണ് പുതിയ നോട്ടുകളിൽ ഹോളോഗ്രാഫിക് സാങ്കേതികവിദ്യ അവതരിപ്പിച്ച രാജ്യം. അടുത്തിടെ തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ച മഹാറാണി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? ജമ്മു കാശ്മീർ. അടുത്തിടെ തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ച മഹാറാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. രാജ പർബ് ഏത് സംസ്ഥാനത്തിൻ്റെ കാർഷിക അധിഷ്ഠിത ഉത്സവമാണ്? ഒഡീഷ. ഒഡീഷയിലെ കാർഷിക അധിഷ്ഠിത ഉത്സവമാണ് രാജ പർബ്. കാങ്കസന്തുറൈ തുറമുഖം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീലങ്ക. ശ്രീലങ്കയിലാണ് കാങ്കസന്തുറൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പാലിയർ ഗോത്രം ഏത് സംസ്ഥാനത്താണ് പ്രധാനമായും താമസിക്കുന്നത്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് പാലിയർ ഗോത്രം പ്രധാനമായും താമസിക്കുന്നത്. UN ലോക ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ച ദിവസം? മെയ് 25. UN ലോക ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ച ദിവസമാണ് മെയ് 25. ലോകത്തിലെ ആദ്യത്തെ 100% ബയോഡീഗ്രേഡബിൾ പേന ഏത് രാജ്യമാണ് പുറത്തിറക്കിയത്? ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ 100% ബയോഡീഗ്രേഡബിൾ പേന പുറത്തിറക്കിയത് ഇന്ത്യയാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡിന് അർഹനായ ആദ്യ ഇന്ത്യൻ സന്യാസി ആരാണ്? ആചാര്യ ലോകേഷ് മുനി. ആചാര്യ ലോകേഷ് മുനിയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡിന് അർഹനായ ആദ്യ ഇന്ത്യൻ സന്യാസി. ന്യൂഡൽഹിയിൽ ഒരു വലിയ ഗവേഷണ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് ഏത് രാജ്യവുമായാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടത്? റഷ്യ. ന്യൂഡൽഹിയിൽ ഒരു വലിയ ഗവേഷണ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിന് ഇന്ത്യ കരാർ ഒപ്പിട്ടത് റഷ്യയുമായാണ്.